നമസ്കാരം, സാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വകാര്യ ഏജൻസികളുടെ ക്രമക്കേട്, അംഗനവാടികളിലേക്കുള്ള പോഷക വിതരണം ഇനി മുതൽ മാവേലി സ്റ്റോറുകൾ വഴിയാക്കാൻ തീരുമാനം. കേന്ദ്ര കേരള സർക്കാരുകളുടെ തലതിരിഞ്ഞ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ കമ്പോളമാക്കിയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുകയല്ല, കൂട്ടുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്ന് CITU ജില്ലാ ട്രഷറർ TK അച്യുതൻ. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 11ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വാളയാറിൽ 5 ലക്ഷം രൂപയുടെ പാൻ പരാഗ് ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. കേന്ദ്ര കേരള സർക്കാരുകളുടെ തലതിരിഞ്ഞ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ കമ്പോളമാക്കിയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. പാലക്കാട് മുണ്ടൂർ IRTCയിൽ നടന്ന AKPCTAയുടെ പ്രവർത്തക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം രാജ്യം കടുത്ത സാമ്പത്തിക കുഴപ്പത്തിലാണ്. അധ്യാപകർ ഉൾപ്പെടെ ഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് ഇനി ഉണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞു. പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KP സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ K. ശ്രീവത്സൻ, ദേശീയ വൈസ് പ്രസിഡന്റ് PK സൈനബ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ DK ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആഗോളീകരണ കാലത്തെ സ്ത്രീയും സംഘടനാ പ്രവർത്തനവും, ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രശ്നങ്ങൾ, 6ാം UGC റെഗുലേഷൻ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. പ്രവർത്തന രേഖയും അവതരിപ്പിച്ചു. സെപ്റ്റംബർ 1-ന് സമാപിക്കും. രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുകയല്ല, കൂട്ടുകയാണ് കേന്ദ്രം ചെയ്തതെന്ന് CITU ജില്ലാ ട്രഷറർ TK അച്യുതൻ പറഞ്ഞു. ഗവൺമെന്റിന് മറുപടി പറയാൻ കഴിയുന്നില്ല. നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി ചിദംബരം പറയുന്നു, ഇതൊരു മണിക്കൂർ കൊണ്ട് തീരും, ഒരു ദിവസം കൊണ്ട് തീരും, 2 ദിവസം കൊണ്ട് തീരും. വിലവർദ്ധനവ് കുറയാനാണ് പോകുന്നത്, രൂപയുടെ മൂല്യം വർദ്ധിക്കാനാണ് പോകുന്നത് എന്ന ഓരോ മണിക്കൂറിലും ചിദംബരത്തിന്റെ പ്രസ്താവനകൾ മാത്രമല്ലാതെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കഴിയുന്നില്ല. വിലക്കയറ്റം നിയന്ത്രിക്കുക, 3000 രൂപ ഉത്സവ ഭത്ത അനുവദിക്കുക, ഓണറേറിയം കുടിശ്ശിക തീർത്ത് നൽകുക, ഉദ്യോഗസ്ഥരുടെ അനാവശ്യ നിബന്ധനകളും പീഡനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് NRHM ഓഫീസിലേക്ക് മാർച്ചും ധരണിയും സംഘടിപ്പിച്ചത്. K. ഗീത അധ്യക്ഷത വഹിച്ചു. K. രമണി സ്വാഗതവും C. നിർമ്മല നന്ദിയും പറഞ്ഞു. അംഗനവാടികളിലേക്കുള്ള പോഷക വിതരണം മാവേലി സ്റ്റോറുകൾ വഴിയാക്കാൻ തീരുമാനം. സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന കൃത്രിമത്തെ തുടർന്നാണ് നടപടി. ജില്ലയിൽ അംഗനവാടികളിലേക്കുള്ള പോഷകാഹാര വിതരണം സെപ്റ്റംബർ 1 മുതൽ മാവേലി സ്റ്റോറുകളിലൂടെ ആക്കിയതായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ R. മൃത്യുഞ്ജയനാണ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചത്. ഇതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സ്വകാര്യ ഏജൻസികളിലൂടെയായിരുന്നു ഇതുവരെ വിതരണം നടത്തിയിരുന്നത്. ജില്ലാ കളക്ടർ K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് സാമൂഹ്യനീതി ഓഫീസർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അംഗൻവാടികൾ വഴി പോഷകാഹാരം വിതരണം ചെയ്യുന്നതിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നും കുട്ടികളുടെ കണക്കിൽ കൃത്രിമം നടക്കുന്നുവെന്നുമുള്ള K. അച്യുതൻ MLAയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഒരു വലിയ ഗൂഢസംഘം തന്നെയാണ് ഈ സാധനങ്ങൾ മുഴുവൻ തട്ടിയെടുത്ത് വൻ വിലയ്ക്ക് കൊള്ളയടിക്കുകയും അതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അത്യാവശ്യം പങ്കുണ്ട്. അംഗനവാടിക്കാർക്ക് സൂപ്പർവൈസർമാർക്ക് അത്യാവശ്യം പങ്കില്ലായൊന്നുമില്ല. ചില സൂപ്പർവൈസർമാരൊക്കെ കോടികൾ ഉണ്ടാക്കിയതിൻ്റെ കഥയൊക്കെ എനിക്കറിയും. അതൊന്നും ഞാൻ വാർത്ത പറയുന്നില്ല, വ്യക്തമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. അട്ടപ്പാടിയിൽ പോഷകാഹാര വിതരണം, റേഷൻ എന്നിവ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വാർഡുകൾ കേന്ദ്രീകരിച്ച് അവലോകന സമിതികൾ പ്രവർത്തിക്കണമെന്നും വിജയദാസ് MLA നിർദ്ദേശിച്ചു. മരണം തുടങ്ങിയിട്ട് ഇതിനു മുമ്പ് അട്ടപ്പാടി അവിടെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അന്നൊന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പോൾ എന്തുകൊണ്ട് വന്നു? അതാണ് വിഷയം. വിതരണം ചെയ്തത് നിങ്ങൾ കൊടുക്കാതായി, അതുകൊണ്ടായി കുഴപ്പം. മറ്റു ജില്ലകൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൊണ്ടുവന്നു തള്ളാനുള്ള ഇടമാണോ പാലക്കാട് എന്നായിരുന്നു ചെന്താമരാക്ഷൻ MLAയുടെ ചോദ്യം. വയനാട് നിന്നും ആനിയെ ശിരുവാണിയിലെത്തിച്ച സംഭവത്തിന്റെ യുക്തി തനിക്ക് മനസ്സിലാവുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രൈവിംഗ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടികൾ തിരുത്തണമെന്ന് മുൻ MLA KK ദിവാകരൻ ആവശ്യപ്പെട്ടു. ഓട്ടോ ഡ്രൈവർമാരിൽ പലരും ഉടമ കൂടിയാണെന്നിരിക്കെ ക്ഷേമനിധി ആനുകൂല്യത്തിന് ഉടമയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നയം ഇതിനുദാഹരണമാണ്. 25% തൊഴിലാളികളുള്ളത്, 75% ഓണർ കം ഡ്രൈവറാണ്. 20% ഓണർ കം ഡ്രൈവർ ഇപ്പോഴും 2 എടുത്ത് കൊടുക്കണ്ടേ? തൊഴിലാളി കാശ് കൊടുക്കണ്ടേ? യഥാർത്ഥ ആവശ്യം 2 കാശ് കൊടുക്കണം. തൊഴിലാളിയുടെ കാശ് കൊടുക്കണം, മുതലാളിയുടെ കാശ് കൊടുക്കണം.
മിനിമം പെൻഷൻ 1000 രൂപയാക്കുക, മീറ്റർ പ്രശ്നം പരിഹരിക്കുക, പോലീസിന്റെയും RTOയുടെയും ഭാഗത്തു നിന്നുള്ള അന്യായമായ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവർത്തകർ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുണ്ടൂർ ഡിവിഷൻ പ്രസിഡന്റ് ലക്ഷ്മണൻ, പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി PP രാധാകൃഷ്ണൻ, അബ്ദുൾ ഷുക്കൂർ, ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 11ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും പറയുന്നത് പോലെ ആഗോളവൽക്കരണ അല്ല, സാമാജിക ആഗോളവൽക്കരണ, നവ ഉദാരവൽക്കരണമായി നമ്മൾ പറയുന്നത് നിയോ ലിബറൽ പോളിസീസ്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MS കറിയ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് രംഗം സങ്കീർണമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ്. ബാങ്കിംഗ് നിയമ ഭേദഗതി, റിസർവ് ബാങ്കിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കൽ, നബാർഡ് ഭേദഗതി, ഗ്രാമീണ ബാങ്കുകളുടെ ഓഹരി വിൽക്കരിക്കാനുള്ള തീരുമാനം, ഇവയൊക്കെ ഇന്ത്യൻ ധനമേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. ദോഷകരമായ ഈ നയങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയത് ബാങ്കിംഗ് മേഖലയിലെ സംഘടിത പ്രവർത്തനമാണെന്നും അദ്ദേഹം പറഞ്ഞു. BP ജില്ലാ സെക്രട്ടറി G ബാലസുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വർഗീസ് മോഡറേറ്ററായിരുന്നു. PK ഗംഗാധരൻ, K നടരാജൻ, ഉണ്ണികൃഷ്ണൻ ചാഴിയോട്, GP രാമചന്ദ്രൻ, TR ശിവദാസ് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 1 ജില്ലാ സമ്മേളനം സമാപിക്കും.